ഹായ് സ്റ്റുഡൻസ്, സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 CBSE ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ് ആണ്. സോ എപ്പോഴത്തെ പോലെ തന്നെ നമ്മ ടെക്സ്റ്റ് ബുക്കിൽ അതേ പോയിന്റ്സ് യൂസ് ചെയ്ത് തന്നെയാണ് ഇന്നും പഠിക്കാൻ പോണേ. ചാനൽ അതിലുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കി വീഡിയോസ് എല്ലാം കണ്ട് പഠിക്കും. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ് ആണ്. ഇത് ക്ലാസ് 10 CBSE പൊളിറ്റിക്സിലെ ചാപ്റ്റർ ആണ്. ഇത് ഭയങ്കര ഈസി ചാപ്റ്റർ ആണ്. നമ്മൾ ഫുൾ ഒന്ന് മനസ്സിലാക്കി ഫുൾ ബൈ ഹാർട്ടും ചെയ്യാൻ വേണം, മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്യാൻ വേണം. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് ആണ് പബ്ലിക് പ്രൈവറ്റ് ഡിവിഷൻ. പബ്ലിക് പ്രൈവറ്റ് ഡിവിഷൻ എന്താ? ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ? സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ എന്താണ്? ഇതാണ് മെയിൻ ആയിട്ട് ഈ ഒരു പാർട്ടിയിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇത് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിലൊന്നുമില്ല, ഇതിൽ ആകെ ഇത്തരം പറയണുള്ളൂ, ബോയ്സിനെയും ഗേൾസിനെയും വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവർ മനസ്സിലൊരു വിശ്വാസം വെക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നുണ്ട്, നമുക്ക് റീഡ് ചെയ്ത് അതിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇതിലെന്താ പറയാന്ന് വെച്ചാൽ, ബോയ്സിനെയും ഗേൾസിനെയും വളർത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ അവർ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാക്കിയാണ് ദാറ്റ് വുമന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വീട്ടു ജോലികൾ ചെയ്യുക, ചിൽഡ്രൻസിനെ ബ്രിങ്ങപ്പ് ചെയ്യുക, അതെല്ലാം ആണെന്ന് ഇങ്ങനെ ഒരു വിശ്വാസം വരുത്തിയാണ്. അതുകൊണ്ട് എന്താ, ഇവരൊക്കെ വലിയതാവുമ്പോഴും ഈ വീട്ടിലെ ജോലികളെല്ലാം വുമൻ ചെയ്യും, ആൻഡ് ഇപ്പോ വീടിന് പുറത്തുള്ള ജോലികളെല്ലാം മെൻ ചെയ്യും. അതിനർത്ഥം എന്താ, മെന്നിന് വീട്ടിലുള്ള ജോലി ചെയ്യാൻ പറ്റൂല എന്നല്ല, മെന്നും വീട്ടിലുള്ള ജോലികൾക്ക് ചെയ്യും ഇഫ് ദേ ആർ പെയ്ഡ്. ഇപ്പൊ ഹോട്ടൽസിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ കുക്സ് എല്ലാം ആരാ? മെജോറിറ്റി മെന്നാണ്. ആൻഡ് അതിനർത്ഥം എന്താ, ഇവർക്ക് ചെയ്യാൻ അറിയാനിട്ടല്ല, പക്ഷെ ഇവരുടെ മനസ്സിലൊരു വിശ്വാസമാണ് എന്ത്, വീട്ടു ജോലികളെല്ലാം വുമനാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു വിശ്വാസം അവർ വളർത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കി വെക്കും. അതിനെ പറ്റിയാണ് ഈ സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബറിൽ നമ്മൾ പഠിക്കാൻ പോണേ. സോ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞേ, ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ബ്രോട്ട് അപ്പ് ടു ബിലീവ് ദാറ്റ് ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ഓഫ് വുമൻ ഇസ് ഹൗസ് വർക്ക് ആൻഡ് ബ്രിങ്ങിങ് അപ്പ് ചിൽഡ്രൻ. കണ്ടോ, ഞാൻ പറഞ്ഞേ, അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ അവരൊരു വിശ്വാസം ഉണ്ടാക്കിയാണ്, റെസ്പോൺസിബിലിറ്റി ഓഫ് വുമൻ ഇസ് ഹൗസ് വർക്ക് ആൻഡ് ബ്രിങ്ങിങ് അപ്പ് ചിൽഡ്രൻ. This is reflected in a sexual division of labor in most families. അപ്പൊ ഇതാണ് സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ ആയി മാറുന്നത്. ഇപ്പൊ in most of the families, women do all work inside the home, such as cooking, cleaning, washing clothes, tailoring, looking after children. ഇതെല്ലാം ഒരു വീട്ടിൽ ആരാ ചെയ്യണേ? വുമൻ ആണ് ചെയ്യണേ. ആൻഡ് men do all the work outside the home. men എന്താ ചെയ്യണേ? വീടിന് പുറത്തുള്ള എല്ലാ വർക്കും ചെയ്യണേ. It is not that men cannot do housework. ഇതിനർത്ഥം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഇതിനർത്ഥം എന്താ, മെന്ന് വീട്ടിലെ ജോലി ചെയ്യാൻ പറ്റൂല എന്നല്ല. ദേ സിംപ്ലി തിങ്ക്, അവരുടെ മനസ്സിലൊരു വിശ്വാസമുണ്ട് ദാറ്റ് ഇറ്റ് ഈസ് ഫോർ വുമൻ ടു അറ്റൻഡ് ദീസ് തിങ്സ്. കണ്ട, ഞാൻ പറഞ്ഞ അതേ സെയിം കാര്യങ്ങളല്ലേ. When these jobs are paid, men are ready to take up these work. Most tailors or cooks in hotel are men. Similarly, it is not that women do not work outside. പിന്നെ ഇതിനർത്ഥം വുമൻ വീടിന് പുറത്ത് വർക്ക് ചെയ്യൂല എന്നല്ല. ഇപ്പൊ റൂറൽ സൈഡിലായാലും വുമൻ ഇവിടെ ഈ ഫ്യൂൽ കളക്ട് ചെയ്യാനും, ഫ്യൂൽ എന്ന് പറയുമ്പോൾ വുഡ്സ് കളക്ട് ചെയ്യാനും, പിന്നെ അഗ്രികൾച്ചറിൽ ഇൻവോൾവ് ആണ്, ലൈക്ക് ഫീൽഡ്സിലെല്ലാം പോയി പണിയൊക്കെ എടുക്കുന്നുണ്ട്. അത് തന്നെ അർബൻ സൈഡിൽ വരുമ്പോൾ ഇൻ വില്ലേജ് വുമൻ ഫെച്ച് വാട്ടർ, കളക്ട് ഫ്യൂൽ ആൻഡ് വർക്ക് ഇൻ ദ ഫീൽഡ്. ഇനി അർബൻ ഏരിയാസിൽ വരുമ്പോ ഈ പുവർ ആയിട്ടുള്ള വുമൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അവര് വേറെ മിഡിൽ ക്ലാസ് ആൾക്കാരുടെ വീട്ടിൽ പോയി ഡൊമസ്റ്റിക് വർക്ക്സ് ചെയ്യും. വൈൽ അതിന്റെ ആ ടൈമിൽ എന്താ, ഈ മിഡിൽ ക്ലാസ് വീടുകളുള്ള വുമൻ ആണെങ്കിലോ അവര് പുറത്തു പോയി പണിയെടുക്കും. കണ്ടോ, in urban areas, poor women work as domestic helper in middle class homes, while middle class women work in offices. In fact, the majority of women do some sort of paid work in addition to domestic labor. In fact, എന്താ പറയാന്ന് വെച്ചാ, ഇവിടെ വുമൻ വീട്ടിലുള്ള ജോലികളല്ലാണ്ടും അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ വർക്കും ചെയ്യുന്നുണ്ട് ഫോർ ഗെറ്റിംഗ് പേയ്മെന്റ്. But their work is not valued and does not get recognition. പക്ഷെ അവർ വർക്കിന് ഒരു വാല്യൂ, അവർക്ക് കിട്ടേണ്ട ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നില്ല. The result of this division of labor is that although women constitute, അപ്പൊ ഇതിന്റെയൊക്കെ റിസൾട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, although women constitute half of the ഹ്യൂമാനിറ്റിയിൽ ഹാഫും വുമൻ ആണ്, പക്ഷേ their role in public life, especially in politics, അവരുടെ പബ്ലിക് ലൈഫ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സിലാണ് മെയിൻ ആയിട്ട്, is minimal. അവരുടെ റോൾ ഭയങ്കര മിനിമൽ ആണ്. In most societies, earlier only men were allowed to participate in public affairs, vote and contest. നേരത്തെയൊക്കെ ഈ മെന്നിനാർന്ന എന്താ അലൗഡ് പബ്ലിക് അഫയേഴ്സിലോട്ട് ഇൻവോൾവ് ആവാനും വോട്ട് ചെയ്യാനും കോണ്ടസ്റ്റ് ചെയ്യാനും, ഇതെല്ലാം മെൻ ആർന്ന അലൗഡ്. ഗ്രാജുവലി ദ ജെൻഡർ ഇഷ്യൂ വാസ് റേസ് ഇൻ പൊളിറ്റിക്സ്. പയ്യെ ഈ ഒരു ജെൻഡർ ഇഷ്യൂ പൊളിറ്റിക്സിൽ റേസ് ചെയ്ത് വന്നു. വുമൻ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ഓർഗനൈസ് ആജിറ്റേറ്റഡ് ഫോർ ഈക്വൽ റൈറ്റ്സ്. സോ വേൾഡിൽ പല ഭാഗത്തുള്ള വുമൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവര് പല സ്ട്രൈക്സും പിന്നെ ആജിറ്റേഷൻസ് എല്ലാം നടത്തി ഫോർ ഈക്വൽ റൈറ്റ്.
There were agitations in different countries for the extension of voting right to women. So voting right to women കിട്ടാൻ വേണ്ടി എന്താ പല കൺട്രീസിലും agitations ഉണ്ടായി. These agitation demanded enhancing the political and legal status of women and improving their education and career opportunities. So ഈ ഒരു agitationന്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ enhancing the political and legal status of women. വുമന്റെ എന്താ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആയാലും പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് ആയാലും ലീഗൽ സ്റ്റാറ്റസ് ആയാലും അത് ഇംപ്രൂവ് ചെയ്യാൻ, അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവരുടെ മെയിൻ അജിറ്റേഷൻസ് എല്ലാം. More radical women's movement aimed at equality in personal and family life as well. These movements are called feminist movements. കണ്ട, ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സ്, ഈ ഒരു മൂവ്മെന്റ്സ് ഇവരുടെ റൈറ്റ്സിന് വേണ്ടി, ഇക്വാലിറ്റിക്ക് വേണ്ടി, പിന്നെ ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് കിട്ടാൻ വേണ്ടി, ഇവർക്ക് ഇവരുടെ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ സ്റ്റാറ്റസ് എല്ലാം എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഓരോ അജിറ്റേഷൻസ്, ഓരോ മൂവ്മെന്റ്സ് എല്ലാം നടത്തി. ആ ഓരോ മൂവ്മെന്റ്സിനായാലും ആ ഒരു അജിറ്റേഷൻസ്, ഈ ഒരു മൂവ്മെന്റ്സിനെയാണ് എന്ത് പറയുന്നത്, ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ എന്താണ് ഫെമിനിസ്റ്റ്? ഫെമിനിസ്റ്റ് നമുക്ക് പലർക്കും പല ഐഡിയാസ് ആണ്. ലൈക്ക് ചിലവർ പറയും ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ വുമന് മാത്രം പവർ കിട്ടുന്നതാണ് ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ചിലവർ പറയും ഈക്വൽ റൈറ്റ് ആയിരിക്കണം, അങ്ങനെയൊക്കെയാണ് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിൽ ഏത് ശരിക്കും ഫെമിനിസ്റ്റ്? സോ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാളാണ് ഹു തിങ്സ് ദാറ്റ് വുമൻ ആയാലും മെയിൽ ആയാലും ഫീമെയിൽ ആയാലും അവർക്ക് ഈക്വൽ ചാൻസസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം, അവർ ഈക്വൽ ആയിരിക്കാം. അങ്ങനെ ആര് തിങ്ക് ചെയ്യണോ അവരൊരു ഫെമിനിസ്റ്റ് ആണ്. അതാണ് ഫെമിനിസ്റ്റ്. ഇനി ഈ വുമൻ എന്തൊക്കെ ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. അത് ഇപ്പോഴും ഫേസ് ചെയ്യേണ്ട ഇപ്പൊ നമ്മൾ വിചാരിക്കും കുറെയൊക്കെ ചേഞ്ച് ആയെന്ന് വിചാരിക്കും, പക്ഷെ എന്നാലും ഇപ്പോഴും ഫേസ് ചെയ്യേണ്ട ഡിസ്ക്രിമിനേഷൻസ്, ഡിസ്അഡ്വാൻറ്റേജസ് എല്ലാം നമുക്ക് നോക്കാം. The literacy rate among women is only 54% compared with 76% among men. Kada literacy rate തന്നെ ഉണ്ടോ? വുമൻ ആകെ 54% ഉള്ളു ലിറ്ററസി റേറ്റ്, while men have 76% ലിറ്ററസി റേറ്റ്. കണ്ട, വുമൻ എത്രയുണ്ട്? 54%, while men have 76%. കണ്ട, ലിറ്ററസി റേറ്റിൽ തന്നെ അവർക്ക് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. സിമിലർലി എ സ്മോളർ പ്രൊപ്പോർഷൻ ഓഫ് ഗേൾ സ്റ്റുഡൻസ് ഗോ ഫോർ ഹയർ സ്റ്റഡീസ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്നത്, അപ്പൊ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഈ ഗേൾസിന് ചിലപ്പോ നമ്മളെക്കാളും കൂടുതൽ മാർക്സ് അങ്ങനെയെല്ലാം ഉണ്ടാവും. പക്ഷെ സ്പോർട്സിലാണെങ്കിൽ മെജോറിറ്റി ബോയ്സിന് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവും. പക്ഷെ എത്ര നന്നായിട്ടും ഗേള് പഠിച്ചാലും ഈ ഫാമിലീസിന് എന്താ, അവർക്ക് അവരുടെ മെയിൽ ചൈൽഡിന് വേണ്ടി ഫണ്ട് യൂസ് ചെയ്യാൻ, അല്ലെ അവരുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ് യൂസ് ചെയ്യാനാണ് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. Okay, similarly, a smaller proportion of girl students go for higher studies because parents prefer to spend their resources for their boys' education rather than spending equally on sons and daughters. ഇവർ എത്ര നന്നായിട്ട് പഠിച്ചാലും, ലൈക്ക് എല്ലാവരും അല്ല, എന്നാലും എത്ര നന്നായിട്ട് പഠിച്ചാലും ഇവർക്ക് എല്ലാവർക്കും ഒരു ഹയർ എഡ്യൂക്കേഷൻ കിട്ടൂല. കാരണം അവരുടെ ഫാമിലീസിന് തന്നെ അവരുടെ മെയിൽ ചൈൽഡ്സിന് വേണ്ടി അവരുടെ റിസോഴ്സസ് യൂസ് ചെയ്യാനാണ് അവർക്ക് ഇൻട്രസ്റ്റ്, rather than bringing equality on their sons and daughters. ഇവരുടെ ഇടയിൽ ഒരു ഇക്വാലിറ്റി ഇതിനേക്കാളും ഇവർ ചെയ്യുന്നത് എന്താ, ഇവരുടെ സൺസിന് വേണ്ടിയാണ് റിസോഴ്സസ് യൂസ് ചെയ്യുന്നത്. The proportion of women among the highly paid and valued job is still very, അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. ഫസ്റ്റ് പോയിന്റോട് ചില ലിറ്ററസി റേറ്റ്. സെക്കൻഡ് പോയിന്റ് എന്താ, proportion of women among highly paid and valued job is still very small. ഹൈ സാലറീസ് ആയിട്ടാണ് ജോബ്സ് ആയാലും അതിലിപ്പോഴും വുമൻസിന്റെ എന്താ പ്രൊപ്പോർഷൻ ഭയങ്കര കുറവാണ്. ഓൺ ആൻ ആവറേജ് an Indian woman works 1 hour more than an average man every day. ഒരു ആവറേജ് വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം ഒരു മാനിനേക്കാളും 1 മണിക്കൂർ കൂടുതൽ വുമൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് മെൻസിനേക്കാളും കുറവ് സാലറി അല്ലെങ്കിൽ കുറവ് വേജസ് ഒക്കെ കിട്ടണുള്ളൂ. മച്ച് ഓഫ് എ വർക്ക് ഇസ് നോട്ട് പെയ്ഡ് ആൻഡ് therefore often not valued. അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് ലിറ്ററസി റേറ്റ്, സെക്കൻഡ് പോയിന്റ് എന്താ, ഹൈലി പെയ്ഡിൽ അവർക്ക് അധികം പ്രൊപ്പോർഷൻ ഇല്ല. അവര് മെന്നേക്കാളും കൂടുതൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അവർക്ക് മെന്നേക്കാളും സാലറി അല്ലെങ്കിൽ വേജ് കുറവായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് എന്താ, അവർക്ക് വലിയ വാല്യൂ ഇല്ല. അടുത്ത പോയിന്റ് ആണ് ദി ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976. ഇതായിട്ടൊരു കണക്ഷൻ വന്നേക്കുന്നതാണ്. കാരണം നേരത്തെ പറഞ്ഞാൽ എന്താ, വുമൻ കൂടുതൽ വർക്ക് ചെയ്താലും അവർക്ക് ആ ഒരു വാല്യൂ, അവർക്ക് ആ കിട്ടേണ്ട സാലറി അതൊന്നും കിട്ടണില്ല.
സോ അതിനുവേണ്ടി എന്താ ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976 പ്രൊവൈഡ്സ് ദാറ്റ് ഈക്വൽ വേജസ് ഷുഡ് ബി പെയ്ഡ് ടു ഈക്വൽ വർക്ക്. ഇപ്പൊ ഒരു മെയിൽ ആയാലും ഫീമെയിൽ ആയാലും ഈക്വൽ ജോബാണ്. ഇപ്പൊ ഞാനായാലും വേറൊരു ഗേൾ ആയാലും, ഇപ്പൊ ഞങ്ങളുടെ ജോബ് എന്ന് വെച്ചാൽ ഒരു ഫിലിമിലാന്ന് വിചാരിച്ചു. ഫിലിമില് ഒരേ ഫിലിം ഒരേ ജോബാണ് ഇവർ ചെയ്യണത്. ഒരേ ഫിലിം എന്നല്ല, ഒരേ ജോബാണ് ഇവർ ചെയ്യണത്. അപ്പൊ ഇവർക്ക് എന്താ ഈക്വൽ റെമ്യൂണറേഷൻ കിട്ടണം. എനിക്ക് കിട്ടണത് അതേപോലെ തന്നെ സാലറി ആണ്, റെമ്യൂണറേഷൻ ആണ് ആർക്ക് കിട്ടേണ്ടത്? എന്റെ കൂടെ വർക്ക് ചെയ്യണ ഇപ്പൊ ഫീമെയിലിന്. However, in almost all areas of work, from sports and cinema to factories and fields, women are paid less than men, even when both do exactly the same work. ഇപ്പോൾ സ്പോർട്സിലായാലും സിനിമയിലായാലും ഫാക്ടറീസിലായാലും ഫീൽഡ്സിലായാലും women are paid less than men, even when both do exact അവർ സെയിം വർക്ക് ചെയ്താലും എന്താ ഇവർക്ക് മെന്നെക്കാളും കുറവ് സാലറിയാണ് കിട്ടുന്നത്. In many parts of India, parents prefer to have sons and find ways to have the girl child aborted before she is born. In many parts of India, ഇന്ത്യയിൽ തന്നെ കുറെ പാർട്സിൽ ഈ പാരന്റ്സിന് എന്താ മെയിൽ സൺസ് മെയിൽ ചിൽഡ്രൻ കിട്ടാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. ആൻഡ് ഫൈൻ വേസ് ടു അവരപ്പം എന്താണ് ഈ ഗേൾ ചൈൽഡ് എന്ന് പറയുമ്പോൾ ഇതിനെ ഒഴിവാക്കാൻ അബോർട്ട് ഒക്കെ ചെയ്യും. അതുകൊണ്ട് എന്താ സച്ച് സെലക്റ്റീവ് അബോർഷൻ ലെഡ് ടു ഡിക്ലൈൻ ഇൻ ചൈൽഡ് സെക്സ് റേഷ്യോ number of girl children per 1,000 boys in the country to merely 919. കണ്ടോ, മെനി പാർട്സ് ഓഫ് ഇന്ത്യയില് എന്താ ഈ പാരന്റ്സിന് മെയിൽ ചൈൽഡിനാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. സോ ഇവര് ഫീമെയിൽ ചൈൽഡ് എന്ന് കാണുമ്പോൾ ഇവർ അബോർഷൻ നടത്തുകയാണ്. അതുകൊണ്ട് എന്താ ഒരു സെക്സ് സെലക്റ്റീവ് അബോർഷൻ ആണ് ഈ നടക്കുന്നത്. അതുകൊണ്ടുണ്ടായ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ചൈൽഡ് സെക്സ് റേഷ്യോ ഇൻ ദ കൺട്രി എന്തായി 919 മാറി, അത്രയും ഡിക്ലൈൻ ആയി മാറി. അടുത്താണ് നമ്മുടെ വുമൻസ് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ. അതിന് മുമ്പ് നമുക്ക് എല്ലാ പോയിന്റ്സ് ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. അപ്പൊ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഫേസ്ഡ് ബൈ വുമൺ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ 4 പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. ഏതാ? ഫസ്റ്റ് വൺ ലിറ്ററസി, സെക്കൻഡ് വൺ അവരുടെ പ്രൊപ്പോർഷൻ ഇൻ ഹൈലി പെയ്ഡ് ജോബ്സ്, അത് എഴുതണം. തേർഡ് വൺ ഈ സെക്കൻഡ് വണ്ണിൽ തന്നെ കണക്ട് ചെയ്തിട്ട് എന്താ വന്നേ ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്, ആ ഒരു ആക്ടിനെ പറ്റി എഴുതാം. ഫോർത്ത് വൺ ആണ് എന്ത് സെക്സ് സെലക്റ്റീവ് അബോർഷൻ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി, അതെല്ലാം ക്ലിയർ ആയിട്ടില്ലേ? ജസ്റ്റ് ഇത് ഒരാഴ്ചയും കേട്ടിട്ട് ജസ്റ്റ് ടെക്സ്റ്റ് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ടെക്സ്റ്റ് എക്സാക്ട് പോയിന്റ്സ് ആണ്, ഒരു ഡിഫറൻസും ഇല്ല. വുമൻസ് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ, ഓൾ ദിസ് ഇസ് വെൽ നോൺ, യെറ്റ് ഇഷ്യൂസ് റിലേറ്റഡ് ടു വുമൻസ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം വുമൻ എങ്ങനത്തെയൊക്കെ ടൈപ്പ് ഡിസഡ്വാൻറ്റേജസും ഡിസ്ക്രിമിനേഷൻസ് എല്ലാം ഫേസ് ഉണ്ടെന്നെല്ലാം നമുക്ക് അറിയാം. പക്ഷെ എന്നാൽ ഇവർക്ക് കിട്ടേണ്ട ഒരു അഡിക്വേറ്റ് അറ്റൻഷൻ ഇവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് എന്താ ഈ വുമന് മനസ്സിലായി ദാറ്റ് ഇവർക്ക് കിട്ടേണ്ട അഡിക്വേറ്റ് അറ്റൻഷൻ കിട്ടണമെങ്കിൽ ഇവർ സ്വന്തം പവറിൽ വരണം എന്ന് ഇവർക്ക് മനസ്സിലായി. ഇനി ഒന്ന് റീഡ് ചെയ്ത് നോക്കി. All this is well known, yet issues related to women's well-being or otherwise are not given adequate attention. This has led many feminist and women's movements to the conclusion that unless women control power, their problems will not get adequate attention. കണ്ട, അവർ സ്വന്തം പവറിൽ വരാണ്ട് അവരുടെ പ്രോബ്ലംസിന് അഡിക്വേറ്റ് അറ്റൻഷൻ കിട്ടൂല എന്ന് അവർക്ക് മനസ്സിലായി. സോ one way to ensure this is to have more women as elected representative. അപ്പൊ എന്താ അവർക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടണമെങ്കിൽ ഇവരെന്ത് തീരുമാനിച്ച് വൺ വേ ടു എൻഷുർ ഇസ് ടു ഹാവ് മോർ വുമൻ ആസ് എലക്റ്റീവ് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് കൂടുതൽ വുമൻ വേണം. ഇൻ ഇന്ത്യ the proportion of women in legislature has been very low. For example, the percentage of elected women ഇന്ത്യയില് ഇപ്പൊ നമ്മുടെ ലെജിസ്ലേച്ചറിലൊക്കെ ഈ വുമൻസിന്റെ പ്രൊപ്പോർഷൻ ഭയങ്കര ലോ ആണ്. നമ്മുടെ ലോക്സഭയിലാണെങ്കിൽ തന്നെ has touched 14.36% of its total strength for the first time in 2019. കണ്ട, 14.36 ആണ് 2019 ഉണ്ടായത്. Their share in the state assembly is less than 5%. ലോക്സഭയിലാകെ 14.36% ഉള്ളൂ. ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസിലോട്ട് വരുമ്പോൾ അതിനേക്കാളും കുറവാണ്, 5%-നേക്കാളും കുറവാണ്. In the government cabinets are lastly all male even when a woman becomes the chief minister or prime. ഇപ്പൊ ഒരു വുമൻ ആണ് ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആയെങ്കിൽ എന്നാലും അവരുടെ ക്യാബിനറ്റ്സിലും ലാസ്റ്റ്ലി മെയിൽസ് ആയിരിക്കും. One way to solve this problem is to make it legally binding to have a fair proportion of women in the elected bodies. So ഇവർക്ക് മനസ്സിലായി ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ലീഗലി ബൈൻഡിങ് ആക്കണം എന്ത് ടു ഹാവ് ഫെയർ പ്രൊപ്പോർഷൻ ഓഫ് വുമൺ ഇൻ ദ ഇലക്റ്റഡ് ബോഡീസ്. ദിസ് ഇസ് വാട്ട് പഞ്ചായത്ത് രാജ് ഹാസ് ഡൺ ഇൻ ഇന്ത്യ.
സോ ഇതാണ് പഞ്ചായത്ത് രാജ് ചെയ്തേക്കുന്നത്. 1/3 of seats in local government bodies in panchayats and municipalities are now reserved for women. So 1/3 of the seat in local government bodies, local government body ഇപ്പൊ പഞ്ചായത്തിലായാലും ലോക്കൽ ഗവൺമെന്റ് ബോഡീസിലെല്ലാം എന്താ 1/3 seats ആർക്ക് റിസർവ്ഡ് ഫോർ വുമൻ. Now there are more than 10 lakh elected women representative in rural and urban law. അതുകൊണ്ട് എന്തുണ്ടായി, ഇപ്പൊ 10 lakhs കൂടുതൽ elected women representatives in rural and urban local bodies. കണ്ടോ? അപ്പൊ ഈ ഒരു പാർട്ടിയിൽ എന്തൊക്കെ നമ്മൾ പഠിച്ച് വുമൻസിന് മനസ്സിലായി, അവർക്ക് അറ്റൻഷൻ കിട്ടണേ, അവർ സ്വന്തം പവറിലേക്ക് വരണം എന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ ഓരോരോ ആക്ഷൻസ് എടുക്കാൻ തുടങ്ങി. ആൻഡ് നമ്മൾ ലോക്സഭയിൽ ഇവരെന്തോരം ഉണ്ട്, ഇപ്പൊ ഇവരുടെ പ്രൊപ്പോഷൻ പഠിച്ച്, സ്റ്റേറ്റ് അസംബ്ലീസിൽ എന്തോരം ഉണ്ട്, അതെല്ലാം പഠിച്ച്. പിന്നെ ഇതിനു വേണ്ടി എന്താ ചെയ്തേ, പഞ്ചായത്ത് രാജ് 1/3 സീറ്റ്സ് ഇവർക്ക് ആർക്ക് വേണ്ടി റിസർവ് ചെയ്ത്, വുമൻസിന് വേണ്ടി റിസർവ് ചെയ്ത്. അതുകൊണ്ട് എന്താ മോർ ദാൻ 10 lakh elected women representatives ഉണ്ട് ഇപ്പൊ ഇൻ റൂറൽ ആൻഡ് അർബൻ ലോക്കൽ ബോഡീസ്. അടുത്താണ് അതിന്റെ കൂടെ തന്നെ ഉള്ളതാണ് വുമൻസ് ഓർഗനൈസേഷൻ ആൻഡ് ആക്ടിവിസ്റ്റ് ഹാഡ് ബീൻ ഡിമാൻഡ്. അപ്പൊ പഞ്ചായത്ത് രാജ് കിട്ടിയ റിസർവേഷൻ പോലെ തന്നെ ഇവര് വേറെ റിസർവേഷനും ഡിമാൻഡ് ചെയ്തു ഫോർ അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് സീറ്റ്സ് ഇൻ ലോക്സഭ. ലോക്സഭയിലും 1/3 സീറ്റ്സ് കിട്ടണമെന്ന് ഡിമാൻഡ് ചെയ്തു. എവിടെ? ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ് ഫോർ വുമൻ. A bill with this proposal was pending before the parliament for many. ഇത് പ്രപ്പോസ് ചെയ്തിട്ടൊരു ബില്ല് കുറെ നാളായിട്ട് ഫോർ മെനി ഡീക്കേഡ്സ് പാർലമെന്റിൽ പ്രസന്റ് ചെയ്തതാണ്. പക്ഷെ ഇൻ 2023 നാരി ശക്തി വന്ദൻ അധിനിയം Women's Reservation Act 2023 has been passed, which will give 33% of reservation of seats for women in Lok Sabha, State Legislative Assembly and also Delhi Assembly. ഈ ഡൽഹി അസംബ്ലി പറയണ്ട, പക്ഷെ ഈ ഒരു പാർട്ട് പറയണം. കാരണം വുമൻസിന് വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് ചോദിക്കുമ്പോ എന്താ പറയണ്ടേ, പഞ്ചായത്ത് രാജിൽ 1/3 സീറ്റ്സ് കൊടുത്ത്, പിന്നെ വുമൻസിന് വേണ്ടി ഇവർ ഓർഗനൈസേഷൻ ഡിമാൻഡ് ചെയ്ത് ഇവർക്ക് ലോക്സഭയിലും രാജ്യസഭ സ്റ്റേറ്റ് അസംബ്ലീസിലായാലും ഇവർക്ക് സീറ്റ്സ് റിസർവ്ഡ് ആയിരിക്കണം എന്ന് ഇവര് ഡിമാൻഡ് ചെയ്തു. അങ്ങനെ അവസാനം 2023 വന്ന വുമൻസ് റിസർവേഷൻ ആക്ടിൽ കൂടെ എന്താ ലോക്സഭയിൽ ഇവർക്ക് 33% സീറ്റ്സ് റിസർവ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പൊ ആ ഒരു പാർട്ടും കഴിഞ്ഞു. അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. സോ ഈ ഒരു പാർട്ടിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു നോക്കാം. ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ് ആണ് നമ്മുടെ ചാപ്റ്റർ നെയിം. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഫസ്റ്റ് ടോപ്പിക് ആണ് പബ്ലിക് പ്രൈവറ്റ് ഡിവിഷൻ. ഇത് നമ്മൾ സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബറിനെ പറ്റി പഠിച്ച് ഭയങ്കര ഈസി ആണെന്ന് ബോയ്സിനെ കളിച്ച് വളർത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി വുമൻസ് എന്തെല്ലാം ഡിസഡ്വാൻറ്റേജസ് ഇപ്പോഴും നമുക്കിതെല്ലാം അറിയാം, എന്നാലും ഡിസഡ്വാൻറ്റേജസ് ഇപ്പോഴും വുമൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ വുമൻ ഫേസ് ചെയ്യുന്ന ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്താന്ന് ക്വസ്റ്റ്യൻ വരും. ദ ഡിസഡ്വാൻറ്റേജസ് ഓർ ഡിസ്ക്രിമിനേഷൻ ഫേസ് ബൈ വുമൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താ, ഈ 4 points എഴുതണം. എന്തൊക്കെ? ലിറ്ററസി റേറ്റ്, പ്രൊപ്പോർഷൻ ഓഫ് വുമൻ അമംഗ് ഹൈലി പെയ്ഡ് ജോബ്സ്, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്, പിന്നെ ഇൻ മെനി ചൈൽഡ് സെക്സ് റേഷ്യോ, അതെല്ലാം പറയണം. പിന്നെ ഇതിനു വേണ്ടി ഇവരെന്താ ചെയ്തത്, വുമൻസ് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ, ഇവരെന്തൊക്കെ ചെയ്ത്, ഇവരെന്തൊക്കെ ഡിമാൻഡ് ചെയ്ത്, ഇതെല്ലാം പറയണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. സോ അടുത്തതാണ് നമ്മുടെ റിലീജിയൻ, കമ്മ്യൂണലിസം ആൻഡ് പൊളിറ്റിക്സ്. ഇപ്പൊ നമ്മൾ നേരത്തെ പാർട്ടിൽ നമ്മൾ എന്താ പഠിച്ചത്, ജെൻഡറിനെയൊക്കെ പറ്റി പഠിച്ച്. ഇനിയുള്ളതാണ് റിലീജിയനെ പറ്റിയ. നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഫസ്റ്റ് നമുക്ക് കളർ മാറ്റാം. ഓക്കെ, ഈ ജെൻഡർ ഒക്കെ പോലെ നമ്മുടെ റിലീജിയൻ അത്രയ്ക്ക് യൂണിവേഴ്സൽ അല്ല. ദിസ് ഡിവിഷൻ is not as universal as gender, but religious diversity is fairly widespread in the world today. Many countries including India have their population followers of different religion. So ജെൻഡർ പോലെ ഭയങ്കര യൂണിവേഴ്സൽ അല്ല റിലീജിയന്റെ ഒരു സെപ്പറേഷൻ. ബട്ട് റിലീജിയസ് ഡൈവേഴ്സിറ്റി ഈസ് ഫെയർലി വൈഡ് സ്പ്രെഡും ആണ് ഇൻ ദ വേൾഡ് ടുഡേ. ഇപ്പൊ മെനി കൺട്രീസ്, എല്ലാ കൺട്രീസിലും വെച്ച് നോക്കുമ്പോ എല്ലാ കൺട്രീസിലും അവരുടെ പോപ്പുലേഷനിൽ പല റിലീജിയപ്പെട്ട ആൾക്കാരുണ്ടാവും. സോ ഈ റിലീജിയനെ പറ്റി എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മ ഈ കുറച്ച് പോയിന്റ്സ് എഴുതിയ ആ ഒരു ക്വസ്റ്റ്യനുള്ള എല്ലാ ആൻസറും നോക്കിയേ. ആദ്യം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. നമ്മ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത് അതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. ഇനി ഒരു 3 പോയിന്റ്സ് പഠിക്കണം റിലീജിയനെ പറ്റി ചോദിച്ചാൽ ഈ ഒരു 3 പോയിന്റ്സ്. സോ ഫസ്റ്റ് ആണ്, ഗാന്ധിജി യൂസ് ടു സേ ദാറ്റ്
റിലീജിയൻ ക്യാൻ നെവർ ബി സെപ്പറേറ്റഡ് ഫ്രം പൊളിറ്റിക്സ്. ഗാന്ധിജി എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലീജിയൻ ഒരിക്കലും പൊളിറ്റിക്സിന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. What he meant by religion was not in a particular religion like Hinduism or Islam, but so ഇതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചേ, ഹിന്ദുയിസോ ഇസ്ലാമോ ഒന്നല്ല ഉദ്ദേശിച്ചേ. ഗാന്ധിജി എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ എല്ലാ റിലീജിയന്റെയും കുറെ മോറൽ വാല്യൂസ് ഇല്ലേ, moral values and that inform all religions. He believed that politics must be guided by ethics drawn from. ഈ എല്ലാ റിലീജിയനിൽ നിന്നുള്ള എത്തിക്സ് കൊണ്ടായിരിക്കണം ശരിക്കും പൊളിറ്റിക്സ് എന്താ ഗൈഡ് ചെയ്യണ്ടേ എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. സോ ഫസ്റ്റ് പോയിന്റ് എന്താ, ഗാന്ധിജി യൂസ് ടു സേ ദാറ്റ് റിലീജിയൻ ക്യാൻ നെവർ ബി സെപ്പറേറ്റഡ് ഫ്രം പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് എന്ന് ഒരിക്കലും എന്താ റിലീജിയനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്, റിലീജിയൻ വാസ് നോട്ട് എനി പെർട്ടിക്കുലർ റിലീജിയൻ. ഓക്കെ, ഇതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ മോറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മോറൽ വാല്യൂസ്, ഈ ഓരോ എത്തിക്സ്, ഓരോ പ്രിൻസിപ്പിൾ, ഓരോ റിലീജിയനിലുള്ള ഓരോ എത്തിക്സ് യൂസ് ചെയ്തിട്ടായിരിക്കണം എന്ത് പൊളിറ്റിക്സ് ഗൈഡ് ചെയ്യേണ്ടത്. അടുത്താണ്, ഹ്യൂമൻ റൈറ്റ് ഗ്രൂപ്പ്സ് ഇൻ അവർ കൺട്രി ഹാവ് ഡിമാൻഡഡ് ദാറ്റ് ദി ഗവൺമെന്റ് ഷുഡ് ടേക്ക് സ്പെഷ്യൽ സ്റ്റെപ്സ് ടു പ്രിവെന്റ് കമ്മ്യൂണൽ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ട് റിലീജിയസ് മൈനോറിറ്റീസ്. ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മോസ്റ്റ് ഓഫ് ദ കമ്മ്യൂണൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ഇതെല്ലാമാണ് കമ്മ്യൂണൽ റൈറ്റ്സ്. സോ ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഡിമാൻഡ് ചെയ്തേക്കണത് ഗവൺമെന്റ് ഷുഡ് ടേക്ക് സ്പെഷ്യൽ സ്റ്റെപ്സ് ടു പ്രിവെന്റ് കമ്മ്യൂണൽ റൈറ്റ്സ്. കമ്മ്യൂണൽ റൈറ്റ്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്പെഷ്യൽ സ്റ്റെപ്സ് എടുക്കണമെന്ന് ആര് ഡിമാൻഡ് ചെയ്തു? ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ് ഡിമാൻഡ് ചെയ്തു. കാരണം എന്താ, എന്ത് കോൺഫ്ലിക്റ്റ് വന്നാലും ഏത് കമ്മ്യൂണിറ്റിയുടെ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും ഇതിൽ വിക്ടിമൈസ്ഡ് ആയി മാറുന്നത് അവസാനം അതിലെ റിലീജിയസ് മൈനോറിറ്റീസ് ആയിരിക്കും. അതിൽ വിക്ടിമായി മാറണേ. അതുകൊണ്ടാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ് ഇങ്ങനെ ഡിമാൻഡ് ചെയ്തേക്കുന്നത്. അടുത്താണ്, വുമൻസ് മൂവ്മെന്റ് ഹാസ് ആർഗ്യൂഡ് ദാറ്റ് ഫാമിലി ലോസ് ഓഫ് ഓൾ റിലീജിയൻ ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് വുമൺ. സോ ഇവിടെ വുമൻസ് മൂവ്മെന്റ് എന്താ ആർഗ്യൂ ചെയ്തേക്കുന്നത് വെച്ചാൽ ഓരോ ഫാമിലി ലോസ് ഉണ്ടല്ലോ എല്ലാ റിലീജിയൻസിലെയും ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് വുമൻ. വുമൻസിന് അഗെയിൻസ്റ്റ് ആണ് ഈ ഓരോ റിലീജിയസ് ഫാമിലി ലോസ് എല്ലാം. സോ ദേ ഹാവ് ഡിമാൻഡഡ് ദാറ്റ് ഗവൺമെന്റ് ഷുഡ് ചേഞ്ച് ദീസ് ലോസ് ടു മേക്ക് ദം മോർ ഇക്വിറ്റബിൾ. ഈ ലോസ് എല്ലാം കുറച്ചുകൂടി ഇക്വിറ്റബിൾ ആവാൻ വേണ്ടി ഇവര് ആര് ഡിമാൻഡ് ചെയ്തേക്കുന്നത്, വുമൻസ് മൂവ്മെന്റ് ഡിമാൻഡ് ചെയ്ത് എന്ത് ഫാമിലി ലോസ് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്തു. അതാണ് ഈ തേർഡ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന്, ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം റിലീജിയനെ പറ്റി, നമ്മുടെ ജെൻഡറിനെ വെച്ച് കമ്പയർ ചെയ്ത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം എന്ന് നേരത്തെ പഠിച്ച പോലെ. ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് പോയിന്റ് വൈസ് നോക്കും. ഫസ്റ്റ് പോയിന്റ് ആണ് എന്ത്, ഗാന്ധിജി എന്ത് പറഞ്ഞു റിലീജിയനെ പറ്റി, ഗാന്ധിജി എന്ത് പറഞ്ഞു എന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ് എന്തോന്നാ ഡിമാൻഡ് ചെയ്തേ, എന്തുകൊണ്ടാ ഡിമാൻഡ് ചെയ്തേ അതും പറയണം. അടുത്തതാണ് വുമൻസ് മൂവ്മെന്റ് എന്താ ഡിമാൻഡ് ചെയ്ത്, അവരെന്താ ആർഗ്യൂ ചെയ്ത്, അവരെന്തിനു വേണ്ടിയാണ്, അതെല്ലാം പറയണം. അതാണ് റിലീജിയന്റെ ഒരു പാർട്ട്. ഇനി കമ്മ്യൂണിസം, the belief that a religious group is superior to others, the pursuit of political dominance of one's own religion's community or the use of similar religion. So കമ്മ്യൂണിസം എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ഒരു കമ്മ്യൂണലിസം മൈൻഡ് ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ എനിക്കിപ്പോ വേറെ റിലീജിയനെ കാണുമ്പോൾ എനിക്കിങ്ങനെ തോന്നും ലൈക്ക് അയ്യേ ഇവനൊക്കെ എന്നെക്കാൾ ഇൻഫീരിയർ ആണ്, എന്റെ റിലീജിയൻ ആണ് സുപ്പീരിയർ. കണ്ട ആ ഒരു മൈൻഡ് കണ്ട. ഇപ്പൊ വേറെ റിലീജിയൻ, ഇപ്പൊ ഞാനൊരു റിലീജിയൻ എയിലാണ്, വേറൊരാള് റിലീജിയൻ എക്സിലാണ്. അപ്പൊ ഞാൻ ഈ റിലീജിയൻ എക്സിലുള്ള ആളെ കാണുമ്പോൾ എന്താ, ഇവന് ഇൻഫീരിയർ ആണ്, എന്റെ റിലീജിയൻ ആണ് കുറച്ചുകൂടി സുപ്പീരിയർ, ഇവന് ഇൻഫീരിയർ ആണ്. അങ്ങനെ ഞാൻ ഒരു പ്രിജുഡീസ്, ഒരു സ്റ്റീരിയോടൈപ്പ് വരെ ഇയാളെ പറ്റി ചെയ്യും. അതുമാത്രമല്ല ഞാനൊരു അയാൾക്ക് മുകളിൽ ഒരു ഡോമിനൻസ് കൊണ്ടുവരാൻ നോക്കും. ഇനി കറക്റ്റ് ഒരു ഡെഫിനിഷൻ ആണ് ഇത്. ബിലീവ് ദാറ്റ് എ റിലീജിയസ് ഗ്രൂപ്പ് ഇസ് സുപ്പീരിയർ ടു അതേഴ്സ്, the pursuit of political dominance for one's own religious community or the use of religious symbol and leader for political mobilization. This often leads to stereotypes, religious prejudice and ultimately social conflict and communal violence. So ചെറുതാക്കി പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. ബിലീവ് ദാറ്റ് a religious group is superior to others. അത് ബാക്കിയുള്ളവരെക്കാളും ഒരു പെർട്ടിക്കുലർ റിലീജിയസ് ഗ്രൂപ്പ് സുപ്പീരിയർ ആണ്. പിന്നെ ഒരു പൊളിറ്റിക്കൽ ഡോമിനൻസ് കൊണ്ടുവരുന്നത് ആൻഡ് സ്റ്റീരിയോടൈപ്പ് ചെയ്യുന്നത്, പ്രിജുഡൈസ് ചെയ്യുന്നത്, അതെല്ലാം കമ്മ്യൂണിസത്തിൽ പെടുന്നതാണ്. ദ പ്രോബ്ലംസ് ബിഗിൻ വെൻ റിലീജിയൻ is seen as a base of nation. ഈ എല്ലാ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴാന്ന് വെച്ചാൽ ഒരു നേഷന്റെ പ്രിൻസിപ്പിള് അല്ലെങ്കിൽ ഒരു ബേസിസ് റിലീജിയൻ ആണെന്ന് വിചാരിക്കുമ്പോഴാണ്.
The problem becomes more acute when religion is expressed in politics in exclusive and partisan terms. When one religion and its followers are pitted against another. This happens when beliefs of one religion are presented as superior to those of other religion. ഈ ഒരു പാർട്ടിൽ എന്താ പറഞ്ഞ വെച്ചാൽ ഈ പ്രോബ്ലം കൂടുതൽ അക്യൂട്ട് ആവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ വെൻ റിലീജിയൻ ഇസ് എക്സ്പ്രസ് ഇൻ പൊളിറ്റിക്സ്. പൊളിറ്റിക്സിൽ റിലീജിയൻ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വഷളാവുന്നത്. When one religion and its followers are pitted against another. ഇപ്പൊ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ വേറെ റിലീജിയനിലെ ആൾക്കാരെ കാണുമ്പോൾ അവൻ എന്നെക്കാൾ ഇൻഫീരിയർ ആണ്, അങ്ങനെ പറയുന്നതാണ് എന്ത് ഒരു കമ്മ്യൂണൽ മൈൻഡ്. ദിസ് ഹാപ്പൻസ് വെൻ ബിലീഫ്സ് ഓഫ് വൺ റിലീജിയൻ ആർ പ്രസന്റ് ആസ് സുപ്പീരിയർ. ഞാൻ എന്റെ റിലീജിയൻ ആണ് സുപ്പീരിയർ എന്ന് ഓർക്കുമ്പോ എന്താ present as superior to those of other when the demands of one religious groups are formed in opposition to another and when state power is. So ഒരാഴ്ച ലാസ്റ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കുക. എന്ത് ഞാൻ റിലീജിയനെ ഇത് റിലീജിയൻ എക്സ്, അപ്പൊ എനിക്ക് റിലീജിയൻ എക്സിൽ കാണുമ്പോ എന്താ ഇവൻ എന്നെക്കാളും ഇൻഫീരിയർ ആണ്, ഞാൻ ഇവനെക്കാളും സുപ്പീരിയർ ആണ്. ആൻഡ് അത് മാത്രമല്ല ഞാൻ ഒരു ഡോമിനൻസ് കൊണ്ടുവരാൻ നോക്കിയാണ്, ഇവന്റെ ഈ റിലീജിയൻ എക്സിന്റെ മുകളിൽ ഒരു ഡോമിനൻസ് കൊണ്ടുവരാൻ നോക്കിയാണ്. പിന്നെ അത് മാത്രമല്ല എനിക്ക് എന്നോട് ഫേവർ ചെയ്യണ ഓരോ ലോസ് ഉണ്ടാവുമല്ലോ, ലൈക്ക് ഒരു പെർട്ടിക്കുലർ റിലീജിയനെ ഫേവർ ചെയ്യണ ലോസ്. അങ്ങനത്തെ ഇപ്പൊ ഞാൻ ആ റിലീജിയൻ എയിലുള്ളതാണ്, അപ്പൊ ഞാൻ എന്താ എയിനെ ഫേവർ ചെയ്യണ ഓരോ ലോസും ഉണ്ടാക്കും. അത് പക്ഷെ എക്സിന് ഇഷ്ടാവൂല. പക്ഷെ ഞാൻ എന്താ ചെയ്യണേ, സ്റ്റേറ്റ് പവർ യൂസ് ചെയ്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്ത് അടിച്ചമർത്തുകയാണ്. കണ്ട, ഇതിനെയാണ് എന്ത് പറയണേ, കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. Then the state power is used to establish domination of one religious group over the rest. This manner of using religion in politics is communal politics. So religion politics യൂസ് ചെയ്യുമ്പോഴാണ് എന്തുള്ളത്, കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഉള്ളത്. Communal politics is based on the idea that the religion is the principal base of social community. ഇനി കമ്മ്യൂണിസത്തിന് ഓരോരോ ഫോംസ് ഉണ്ട്, അത് പഠിക്കണേ. കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസത്തിലാകുമ്പോൾ എന്താ പഠിച്ചേ, ഒന്ന് റീകോൾ ചെയ്ത് നോക്കിയേ. ആ ഒരു എക്സാമ്പിൾ മാത്രം മതി, ഞാൻ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ മാത്രം. വേറൊരാളുടെ റിലീജിയൻ ഇൻഫീരിയർ ആണ്, നമ്മുടെ സ്വന്തം സുപ്പീരിയർ ആണ്. പിന്നെ ഇപ്പൊ നമ്മുടെ റിലീജിയൻ വേറെ റിലീജിയന്റെ മുകളിൽ ഡോമിനൻസ് കൊണ്ടുവരാൻ നോക്കുകയാണെങ്കിൽ അതെല്ലാം ഒരു കമ്മ്യൂണലിസം മൈൻഡ് ആണ്. പിന്നെ മറ്റുള്ളവരെ പറ്റി സ്റ്റീരിയോടൈപ്പ് ചെയ്യുക, പ്രിജുഡൈസസ് ഒക്കെ വിചാരിക്കുക, അതെല്ലാം എന്താ കമ്മ്യൂണലിസം ആണ്. ഇനി കമ്മ്യൂണിസം ക്യാൻ ടേക്ക് വേരിയസ് ഫോംസ് ഇൻ പൊളിറ്റിക്സ്. The most common expression of communism in everyday beliefs. These routinely involve religious prejudices, stereotypes of religious communities, and beliefs in the superiority of one's religion. അപ്പൊ ഫസ്റ്റ് ഫോം ആണ്, എനിക്ക് വേറെ ആൾ കാണുമ്പോ എന്റെ റിലീജിയൻ ആണ് സുപ്പീരിയർ, അവന്റെ റിലീജിയൻ ഇൻഫീരിയർ ആണെന്ന് തോന്നുന്നതാണ് ഫസ്റ്റ് ഫോം. സെക്കൻഡ് ഫോം ആണ്, എ കമ്മ്യൂണൽ മൈൻഡ് ഓഫൺ ലീഡ്സ് ടു എ quest for political dominance of one's own religious community. സോ ഒരു കമ്മ്യൂണൽ മൈൻഡ് ആണെങ്കിൽ മറ്റൊരാളുടെ മുകളിൽ ഒരു ഡോമിനൻസ് കൊണ്ടുവരാൻ ഒരു ക്വസ്റ്റ് ഉണ്ടാവും. ഫോർ ദോസ് ബിലോങ് ടു മെജോറിറ്റി കമ്മ്യൂണിറ്റി, ഞാൻ ഇപ്പൊ ഒരു മെജോറിറ്റി, എന്റെ കമ്മ്യൂണിറ്റിയാണ് മെജോറിറ്റി, ഈ എക്സിന്റെ കമ്മ്യൂണിറ്റിയാണ് മൈനോറിറ്റി എങ്കിൽ എനിക്കതൊരു മെജോറിറ്റേറിയൻ എന്താ ഇവിടെ ഡോമിനൻസ് ആയി മാറും. എന്താണ് മെജോറിറ്റേറിയൻ? നമ്മൾ ഫെഡറലിസം പഠിച്ച് ഓർക്കണ്ട. മെജോറിറ്റേറിയൻ എന്ന് വെച്ചാ പവർ ഷെയറിംഗിലും പഠിച്ചായിരുന്നു. മെജോറിറ്റേറിയൻ എന്ന് വെച്ചാൽ കൂടുതൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ മെജോറിറ്റി ആയ കമ്മ്യൂണിറ്റി മൈനോറിറ്റിയുടെ മുകളിൽ പവർ യൂസ് ചെയ്യുന്ന അവരെ അടിച്ചമർത്തുന്നതാണ് എന്ത് മെജോറിറ്റേറിയൻ മെഷേഴ്സ് അങ്ങനെയൊക്കെ പറയുന്നത്. For those belonging to majority community, this takes form of majoritarian dominance. For those belonging to the minority community, it can take the form of a desire to form separate political unit. അപ്പൊ ഫസ്റ്റ് ഫോം എന്താണെന്ന്, വേറൊരാൾ കാണുമ്പോൾ എന്റെ റിലീജിയൻ ആണ് സുപ്പീരിയർ, അവന്റെ ഇൻഫീരിയർ ആണ്, സ്റ്റീരിയോടൈപ്പ് ചെയ്യുക, പ്രെജുഡൈസ് ചെയ്യുക, അതെല്ലാമാണ് ഫസ്റ്റ് ഫോം. സെക്കൻഡ് ഫോം ആണ് ഒരു ഡോമിനൻസ് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നത്, അതാണ് സെക്കൻഡ് കമ്മ്യൂണൽ മൈൻഡിന്റെ ഫോം. അടുത്താണ് തേർഡ് വൺ. പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഓൺ റിലീജിയസ് ലൈൻ ഇസ് അനദർ ഫ്രീക്വന്റ് ഫോം ഓഫ് കമ്മ്യൂണലിസം. This involves the use of sacred symbols, religious leaders, emotional appeal and plain faith. Okay, ഇതെല്ലാം യൂസ് ചെയ്യുന്നതാണ് അടുത്ത ഫോം, പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ. ഇപ്പൊ ഒരു എലക്ഷൻ ഒക്കെ വരുമെന്ന് വിചാരിച്ചോ. എലക്ഷൻ വരുമ്പോ അവരുടെ സിമ്പിള് എന്താ, ഒരു സേക്രഡ് സിമ്പിളാന്ന് വിചാരിച്ചോ. സേക്രഡ് സിമ്പിൾസ് അല്ലെങ്കിൽ അവരുടെ റിലീജിയസ് ലൈൻസ് ഒക്കെ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ റിലീജിയസ് ലീഡേഴ്സ് ആണ്
നിർത്താൻ, റിലീജിയസ് ലീഡേഴ്സിനെയാണ് നിർത്തണേ, ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ നടത്തുന്നത്, അതെല്ലാം എന്താ ഒരു ഫോം ഓഫ് കമ്മ്യൂണിസമാണ്. Sometimes communism takes its most ugly form of communal violence, riots and massacre. So, ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആണത് എന്ത്, ഏറ്റവും അഗ്ലേസ്റ്റ് ഫോം ഓഫ് കമ്മ്യൂണിസം നടക്കുന്ന എപ്പോഴാ, റയറ്റ്സ് എല്ലാം ഉണ്ടാകും. റയറ്റ്സ് എന്ന് വെച്ചാൽ എന്താ, കോൺഫ്ലിക്ട്സ് എല്ലാം ഉണ്ടാകുമ്പോഴാണ്. സംടൈംസ് കമ്മ്യൂണിസം ടേക്സ് ഇറ്റ്സ് മോസ്റ്റ് അഗ്ലി ഫോം ഓഫ് കമ്മ്യൂണൽ വയലൻസ്, riots and massacre. India and Pakistan suffered some of the worst communal riots at the time of partition. So നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും സഹിച്ചതാണ് എന്ത്, ഒരു വേസ്റ്റ് പാർട്ടീഷൻ ടൈമിൽ എന്താ ഒരു വേസ്റ്റ് കമ്മ്യൂണൽ റൈറ്റ് സഫർ ചെയ്തായിരുന്നു. അപ്പൊ അതാണ് നമ്മൾ കമ്മ്യൂണിസത്തിൽ പഠിച്ചത്. കമ്മ്യൂണിസത്തിനെ പറ്റി എന്താണെന്ന് പഠിച്ചത്, കമ്മ്യൂണിസം എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെ എഴുതേണ്ടതെന്ന് പഠിച്ച്, കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്താണെന്ന് പഠിച്ച്, പിന്നെ ഫോംസ് ഓഫ് കമ്മ്യൂണിസം, വേറെ ആളെ കാണുമ്പോൾ എന്റെ സുപ്പീരിയറാണ്, അവന്റെ ഇൻഫീരിയർ ആണെന്ന് ഓർക്കുക, പിന്നെ അവൻ പ്രിജുഡൈസ് എസ്റ്റിയുടെ, അതെല്ലാം ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്തായിരുന്നു, ഒരു ഡോമിനൻസ് കൊണ്ടുവരാൻ നോക്കുക, അതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ എന്താ വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഓൺ റിലീജിയസ് ലൈൻസ്. ഇപ്പൊ ഒരു ഇലക്ഷൻ ഒക്കെ വരുമ്പോൾ ലീഡറിനെ നിർത്തിയാണ്, ഒരു റിലീജിയസ് ലീഡറിനെ നിർത്തുക, അല്ലെങ്കിൽ റിലീജിയസ് ലൈൻസ് യൂസ് ചെയ്യുക, ഇമോഷണൽ അപ്പീലൊക്കെ നടത്തുക, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്, ഒരു കമ്മ്യൂണൽ മൈൻഡ് ഇതിൽ തന്നെ കമ്മ്യൂണൽ ഫോംസ് ഒക്കെ വരുന്നതാണ്. ലാസ്റ്റ് വൺ ആണ് എന്ത്, അഗ്ലിയസ്റ്റ് ഫോം ഓഫ് കമ്മ്യൂണിസം, എന്ത് കമ്മ്യൂണൽ റയറ്റ്സ്, കമ്മ്യൂണൽ വയലൻസ്, മസാക്കർ, ഇതെല്ലാം. അടുത്തതാണ് സെക്യുലർ സ്റ്റേറ്റ്. സോ എന്താണ് സെക്യുലർ സ്റ്റേറ്റ്? ഈ കമ്മ്യൂണിസത്തിനെ പറ്റിയൊക്കെ നമ്മൾ എല്ലാം പഠിച്ചത്. കമ്മ്യൂണിസം വാസ് ആൻഡ് കണ്ടിന്യൂസ് ടു ബി വൺ ഓഫ് ദ മേജർ ചലഞ്ച് ടു ഡെമോക്രസി ഇൻ അവർ കൺട്രി. ഈ കമ്മ്യൂണിസം എന്ന് വെച്ചാൽ ഭയങ്കര നമ്മുടെ ഡെമോക്രസി ഭയങ്കര മേജർ ചലഞ്ചാണ്. The makers of a constitution were aware of this challenge. That is why they chose the model of secular state. So നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന് എന്ത് മനസ്സിലായി, ഇത് ഭയങ്കര ത്രെറ്റ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ചലഞ്ച് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവരെന്താ ചെയ്തത്, നമ്മുടെ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആക്കി മാറ്റി. There is no, അപ്പൊ ഇതിന്റെ കുറച്ച് പോയിന്റ്സ് ആണ്. There is no official religion for Indian state, unlike the status of Buddhism. So ഒരാശയം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സെക്യുലർ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിസം കാരണം എന്തൊക്കെ ഹാംഫുൾ കാര്യങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്, എന്തൊക്കെ ത്രെറ്റ്സ് ഉണ്ടാവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് എന്താ ചെയ്തത്, അവരൊരു സെക്യുലർ സ്റ്റേറ്റ് ആക്കി മാറ്റി. അങ്ങനെ ആ ഒരു സെക്യുലർ സ്റ്റേറ്റ്സിൽ അവർ കുറച്ച് അതിൽ കുറച്ച് പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. എന്താ, there is no official religion for the Indian state. നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റിന് ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഇല്ല. ഇപ്പൊ ശ്രീലങ്കയില് ബുദ്ധിസം ഉള്ള പോലെ, പാകിസ്ഥാനിൽ ഇസ്ലാം ഉള്ള പോലെ, അതുപോലെ നമ്മുടെ ഇന്ത്യക്ക് ഒരു റിലീജിയൻ ഇല്ല. The constitution provides to all individuals and communities freedom to profess. ഇപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കണുണ്ട് എന്ത്, ഫ്രീഡം ടു പ്രൊഫസ്, പ്രാക്ടീസ് ഓർ നോട്ട് ടു പ്രാക്ടീസ് എനി റിലീജിയൻ. എനിക്കിപ്പോ വേണമെങ്കിൽ ഒരു റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാതെ, ഫോളോ ചെയ്യാതെ, പ്രൊപ്പഗേറ്റ് ചെയ്യുക, ഇതെല്ലാം ചെയ്യാം. എനിക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ എനിക്ക് ഫോളോ ചെയ്യാൻ ചെയ്യാം, ഫോളോ ചെയ്യാണ്ടും ഇരിക്കാം, ഒരു കുഴപ്പമില്ല. The constitution provides to all individuals and communities freedom to profess, practice and propagate any religion or not to follow any. The constitution prohibits discrimination on grounds of religion. കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ കൂടെ തന്നെ പ്രൊഹിബിറ്റ് ചെയ്യേണ്ടത് ഡിസ്ക്രിമിനേഷൻ, റിലീജിയൻ വെച്ചിട്ട് ഡിസ്ക്രിമിനേഷൻ, ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. At the same time, the constitution allows the state to intervene in the matters of religion in order to ensure equality within religious communities. For example, it bans untouchability. So, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ സ്റ്റേറ്റിനെ അലോ ചെയ്യുന്നുണ്ട് ടു ഇന്റർവ്യൂ ഇൻ ദ മാറ്റേഴ്സ് ഓഫ് റിലീജിയൻ. ഇപ്പൊ അവിടെ ഇക്വാലിറ്റി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഡിസ്ക്രിമിനേഷൻ ഒക്കെ നടക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന് എന്താ നമ്മുടെ റിലീജിയന്റെ മാറ്റേഴ്സ് എല്ലാം ഇന്റർവീൻ ചെയ്യാനുള്ള പവർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അൺടച്ചബിലിറ്റി ഒക്കെ ബാൻ ചെയ്ത പോലെ ഓരോ പവേഴ്സ് ഉണ്ട് എന്ത് സ്റ്റേറ്റിന് റിലീജിയസ് കാര്യങ്ങളിലേക്ക് ഇന്റർവീൻ ചെയ്യാനായിട്ട്. സോ കമ്മ്യൂണിസത്തിന്റെ 4 പോയിന്റ്സ് പഠിച്ച് സെക്യുലർ സ്റ്റേറ്റ് എന്താന്ന് പഠിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് സെക്യുലർ സ്റ്റേറ്റ് എടുത്തിയെന്ന് പഠിച്ചത്, എന്തുകൊണ്ടായിരുന്നു ഒരു മേജർ ചലഞ്ച് ആയിരുന്നു, അതുകൊണ്ട് സെക്യുലർ സ്റ്റേറ്റ് ആക്കി മാറ്റി. സെക്യുലർ സ്റ്റേറ്റിലെ കുറച്ച് പോളിസീസ് നമ്മൾ പഠിച്ചായിരുന്നത്, നോ ഒഫീഷ്യൽ റിലീജിയൻ, ആർക്കെങ്കിലും എന്ത് റിലീജിയൻ ഫോളോ ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ, പിന്നെ അറ്റ് ദ സെയിം ടൈം ദ കോൺസ്റ്റിറ്റ്യൂഷൻ അലോസ് സ്റ്റേറ്റിന് ഇന്റർവീൻ ചെയ്യാം റിലീജിയസ് മാറ്ററിൽ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഈക്വാലിറ്റി എല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടി. അതാണ് നമ്മുടെ സെക്യുലർ സ്റ്റേറ്റിലുള്ളത്. അടുത്തതാണ് കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ്. അതിൽ ഫസ്റ്റ് വൺ കാസ്റ്റ് ഇനിക്വാലിറ്റീസ്. കാസ്റ്റ് ഇനിക്വാലിറ്റീസ് എന്തൊക്കെയാന്ന് പഠിക്കണേ, അത് നമ്മുടെ അടുത്ത പാർട്ടിൽ നമുക്ക് പഠിക്കാം. സോ
അടുത്ത പാർട്ടാണ് കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ്. ഈ കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് പഠിക്കാനുണ്ട്, പൊളിറ്റിക്സ് ആൻഡ് കാസ്റ്റ് പഠിക്കാനുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് ആണ്. ആസ് ഇൻ ദ കേസ് ഓഫ് കമ്മ്യൂണിസം, casteism is rooted in the belief that caste is the sole basis of social community. കേട്ടോ, കമ്മ്യൂണിസത്തിലെ പോലെ കാസ്റ്റിസം ഉണ്ട്. കാസ്റ്റിസം is rooted in the belief that caste is the sole basis of social community. ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റിയുടെ ഒരു സോൾ ബേസിസ് കാസ്റ്റ് ആണെങ്കിൽ അതിനാണ് കാസ്റ്റിസം എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് വേ ഓഫ് തിങ്കിങ്, പീപ്പിൾ ബിലോങ് ടു ദ സെയിം കാസ്റ്റ് ബിലോങ് ടു social community and have the same interests which they do not share with anyone from another caste. സോ ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ഈ ഒരു കാസ്റ്റിസം തിങ്കിങ് ഉള്ളവർ, കാസ്റ്റ് എന്ന് വെച്ചാൽ ഒരാൾ വിചാരിക്കുകയാണ് ലൈക്ക് കാസ്റ്റ് ആണ് ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റിയുടെ ഒരു ബേസിസ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിനാണ് ഒരു കാസ്റ്റിസം എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് വേ ഓഫ് തിങ്കിങ്, പീപ്പിൾ ബിലോങ് ടു സെയിം കാസ്റ്റ് ബിലോങ് ടു നാസ്. അപ്പൊ ഈ ഒരു കാസ്റ്റിൽ പെട്ടവരെല്ലാരും ഒരേ സോഷ്യൽ കമ്മ്യൂണിറ്റി ആണെന്നായിരിക്കും ആ ഒരു വിശ്വാസം. ആൻഡ് ഹാവ് ദ സെയിം ഇൻട്രസ്റ്റ്. ആൻഡ് ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് എല്ലാവർക്കും ഒരേ വിശ്വാസങ്ങളാണ്, ഒരേ ഇൻട്രസ്റ്റുകളാണ്, ഒരേ വിച്ച് ദേ ഡു നോട്ട് ഷെയർ വിത്ത് എനി വൺ ഫ്രം അനദർ കാസ്റ്റ്. അത് അവർ വേറൊരു കാസ്റ്റിനോട് കൂടിയും അത് ഷെയർ ചെയ്യൂല. ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമുക്ക് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് വേരിയസ് ഫോംസ് ഓഫ് കാസ്റ്റ് ഇൻ പൊളിറ്റിക്സ് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ കാസ്റ്റ് ക്യാൻ ടേക്ക് വേരിയസ് ഫോംസ് ഇൻ പൊളിറ്റിക്സ്. കാസ്റ്റിന് പൊളിറ്റിക്സിൽ വേരിയസ് ഫോംസ് എടുക്കുക. When parties choose candidates in election, they keep in mind the caste composition of electorate and nominate candidates from different castes as to muster necessary support to win election. So election ഒക്കെ നടക്കുകയാണെങ്കിൽ ഈ പാർട്ടീസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഏരിയയിൽ കൂടുതലും ഒരു കാസ്റ്റിൽ പെട്ട ആൾക്കാരാണെന്ന് വിചാരിച്ചു. സപ്പോസ് ഒരു മിനിറ്റ് ഞാൻ ഡ്രോ ചെയ്ത് കാണിക്കാം. സോ ഓക്കെ, ഇതൊരു ഏരിയയാണ്. ഈ ഏരിയയിൽ മെജോറിറ്റി ഒരു എ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ് ആൻഡ് ബി ഭയങ്കര മൈനോറിറ്റികളാണ്. അവ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു പാർട്ടികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഏരിയ നോക്കിയിട്ട് അവിടെ ഏത് കമ്മ്യൂണിറ്റി പെട്ട ആളാണ് കൂടുതൽ, ഏത് കാസ്റ്റ് പെട്ട ആളാണ് മെജോറിറ്റി നോക്കുക, ഏത് കാസ്റ്റാണ് മെജോറിറ്റി നോക്കിയിട്ട് ആ ഒരു കാസ്റ്റ് പെട്ട ആളാണ് പിന്നെ എന്താ മാറണേ അവിടുത്തെ ഒരു കാൻഡിഡേറ്റ് ആവണേ. കാരണം എന്താ, എന്നാലാണ് അവർക്ക് കൂടുതലും വോട്ട് കിട്ടുള്ളൂ എന്നൊരു വിശ്വാസം ഉണ്ടാവും അവർക്ക്. അപ്പൊ ഒരു ഇലക്ഷൻ ജയിക്കുമെന്നൊരു വിശ്വാസം കൂടി ഉണ്ടാവും. When governments are formed, political parties usually take care that representatives of different castes and tribes find a place in it. So first point ആണ് എന്ത്, parties choose candidate in the election, they keep in mind the caste composition of the electorate. Electorateന്റെ caste composition മനസ്സിൽ വെച്ചിട്ടാണ് ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത്. Second one, political parties and candidates in election make appeal to caste elements to muster support. Some political parties are known to favor some caste. So ഈ ഇലക്ഷൻ ഒക്കെ ആകുമ്പോൾ കാൻഡിഡേറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ വോട്ടെല്ലാം കിട്ടാൻ വേണ്ടി ഇവര് ഒരു ഇമോഷണൽ അപ്പീൽസ് ഒക്കെ നടത്തുക. എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ ഞാനാണ് ഒരു കാൻഡിഡേറ്റ് എന്ന് വിചാരിച്ചോ, അപ്പൊ ഞാൻ കാസ്റ്റിന്റെ ബേസിൽ എന്താ വെച്ചാൽ എന്റെ കാസ്റ്റ് പെട്ടവരോടൊക്കെ ഞാൻ പോയി പറയും നമ്മൾക്ക് ഒരു കാസ്റ്റ് അല്ലേ, എനിക്ക് വോട്ട് ചെയ്യൂലേ, അങ്ങനെയൊക്കെ ചോദിക്കും. ഒരു കാസ്റ്റ് ബേസിൽ ഒരു ഇമോഷണൽ അപ്പീലാണ് അവിടെ നടത്തണേ. അപ്പൊ അതാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് കാൻഡിഡേറ്റ്സ് ഇൻ ഇലക്ഷൻസ് മേക്ക് അപ്പീൽ ടു കാസ്റ്റ് സെന്റിമെന്റ്സ് ടു മസ്റ്റർ സപ്പോർട്ട്. സം പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ നോൺ ടു ഫേവർ സം കാസ്റ്റ് ആൻഡ് എങ്ങനെ പറയും, ഞാൻ ജയിച്ചത് നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ കാസ്റ്റ് കുറച്ചുകൂടി ഡോമിനേറ്റ് ചെയ്യും അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് എന്ത് ഫേവർ ചെയ്യും സം കാസ്റ്റ് ആർ സീൻ ആസ് ദെയർ റെപ്രസെന്റേറ്റീവ്സ്. അതാണ് സെക്കൻഡ് പോയിന്റ്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് വൺ പേഴ്സൺ വൺ വോട്ട് കമ്പൽ പൊളിറ്റിക്കൽ. പിന്നെ ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്താ അറിയാലോ, ഒരു വോട്ട്, ഒരാൾക്ക് ഒരു വോട്ട്. അതുകൊണ്ട് എന്താ ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിന് എല്ലാവരും ഒരു എന്താ ഈ കാസ്റ്റ് ബേസ് ചെയ്ത് മാത്രം നിൽക്കാൻ പറ്റില്ല. കാരണം അവർക്ക് എല്ലാവരുടെയും മെജോറിറ്റി വോട്ട് വേണം. അപ്പൊ ഈ മെജോറിറ്റി സെക്യൂർ ചെയ്യാൻ വേണ്ടി ഇവരെന്താ ചെയ്യണ്ടേ, എല്ലാവരുടെ അടുത്തും ഒരേപോലെ ബിഹേവ് ഒക്കെ ചെയ്യണം. അപ്പൊ to the task of mobilizing and securing political support. The focus on caste in politics can sometimes give an impression that elections are all about caste. Okay, അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ, 1, 2, 3 3 പോയിന്റ്സ് ഇവിടെ പഠിച്ച്. പാർട്ടീസ് ചൂസ് കാൻഡിഡേറ്റ്സ് ബേസ്ഡ് ഓൺ കാസ്റ്റ് പഠിച്ച്, പിന്നെ ഇമോഷണൽ അപ്പീൽസ് നടത്തുന്നത് പഠിച്ച്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിൽ എന്താ ഒരാൾക്ക് ഒരു വോട്ടുള്ളൂ. അതുകൊണ്ട് എന്താ ഈ ഓരോ ലീഡേഴ്സിനും എല്ലാരെയും കയ്യിലെടുക്കണം. അല്ലാണ്ട് ഒരു കാസ്റ്റിലുള്ളവർ മാത്രം കയ്യിലെടുത്തവരിന് എന്തായാലും ജയിക്കുന്ന ഉറപ്പൊന്നുമില്ല. പക്ഷെ എല്ലാരെയും കയ്യിലെടുക്കണം. കാരണം ഒരു ഇലക്ട്രേറ്റിലായ ഒരു കമ്മ്യൂണിറ്റിക്കാർ മാത്രമല്ലല്ലോ. സോ അതുകൊണ്ട് എന്താ
It compels the political leaders to gear up to the task of mobilizing and securing political support. ഇതൊക്കെ വായിച്ചപ്പോൾ നമ്മൾ വിചാരിക്കും ഉണ്ടാവും ലൈക്ക് caste and politics can sometimes give an impression that elections are all about caste and nothing else. അപ്പൊ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും, ഈ എലക്ഷൻസ് എല്ലാം caste നോക്കിയിട്ട് മാത്രമാണെന്നൊരു വിശ്വാസം ഉണ്ടാവും. പക്ഷെ അത് അങ്ങനെയല്ല. കാരണം ഇൻ റിയാലിറ്റി എന്ന് നടക്കുന്നത് വെച്ചാൽ നോ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ദ കൺട്രി ഹാസ് ക്ലിയർ മെജോറിറ്റി ഓഫ് വൺ സിംഗിൾ കാസ്റ്റ്. ഒരു ഇലക്ടറേറ്റിനും അല്ലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിന് ഒരു ക്ലിയർ മെജോറിറ്റി കമ്മ്യൂണിറ്റികൾ അങ്ങനെ ഇല്ല. ലൈക്ക് ഈ ഒരു റീജിയനിൽ ഫുൾ ഈ ഒരു പാർട്ടിപ്പെട്ട ആൾക്കാർ, ഈ ഒരു കാസ്റ്റിൽപ്പെട്ട ആൾക്കാർ, അങ്ങനൊന്നുമില്ല. എല്ലാ റീജിയനിലും എല്ലാ കാസ്റ്റുകാരും എല്ലാം ഉണ്ടാവും. സോ no parliamentary constituency in the country has a clear majority of one single caste. So every candidate and party needs to win the confidence of more than one caste and community to win election. അതുകൊണ്ട് ഈ ഓരോ ലീഡേഴ്സിനും അവരുടെ ബാക്കിയുള്ള ആൾക്കാരുടെയും കൂടിയും കോൺഫിഡൻസ് വിൻ ചെയ്യണം. എന്നാൽ അയാൾക്ക് ഇലക്ഷൻസ് കമ്മ്യൂണിറ്റി ടു വിൻ ഇലക്ഷൻസ്. No party wins the vote of all voters of a caste or community. When people say that caste is a vote bank of one party, it usually means a large. So, ഇപ്പൊ just ഒന്ന് think like, okay, ഇതാണ് ഒരു ഏരിയ. ഇവിടെ A മെജോറിറ്റി ആണ്, B മൈനോറിറ്റി ആണ്. ആൻഡ് A എന്നാണ് കാൻഡിഡേറ്റിന് എടുത്തേക്കുന്നത്. കാൻഡിഡേറ്റിന് എടുത്തേക്കുന്നത് എവിടെന്നാ? A എന്നാണ്. അപ്പൊ എല്ലാം കാൻഡിഡേറ്റിന് കാസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാ കാസ്റ്റുകാരും ആ കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. അതുകൊണ്ട് നോ പാർട്ടി വിൻസ് ദ വോട്ട് ഓഫ് ഓൾ ദ വോട്ടേഴ്സ് ഓഫ് എ കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി. വെൻ ഒരു പാർട്ടിക്കും ഒരു കാസ്റ്റിലെ എല്ലാ വോട്ടും കിട്ടൂല. ഇങ്ങനെ പറയാണ് ദാറ്റ് ഈ കാസ്റ്റ് ആണ് ഇവരൊരു വോട്ട് ബാങ്ക്, അങ്ങനെയൊക്കെ പറയണേ. അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാ ആ കാസ്റ്റിൽ നിന്നാണ് മെജോറിറ്റി വോട്ട് കിട്ടുന്നത് എന്നാണ്. അല്ലാണ്ട് ആ ഒരു കാസ്റ്റുകാരെല്ലാരും ഇവർക്ക് വോട്ട് ചെയ്യണേ അങ്ങനെയല്ല. അടുത്ത പോയിന്റ് ആണ്, മെനി പൊളിറ്റിക്കൽ പാർട്ടീസ് മേ പുട്ട് അപ്പ് കാൻഡിഡേറ്റ് ഫ്രം ദ സെയിം കാസ്റ്റ് ഇഫ് ദാറ്റ് കാസ്റ്റ് ഇസ് ബിലീവ്ഡ് ടു ഡോമിനേറ്റ് ദ ഇലക്ടറേറ്റ് ഇൻ പെർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസി. Some voters have more than one candidate from their caste, while many voters have no candidate from their caste. So ഇതെന്താ പറയുന്നത് വെച്ചാ, ഇപ്പൊ ഇലക്ഷനൊക്കെ നടക്കുമ്പോ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ ഉള്ള ആൾക്കാർ ഏതൊക്കെ കാസ്റ്റിൽപ്പെട്ടതാണെന്ന് മിക്കവർക്കും അറിയായിരിക്കും. ലൈക്ക് കൂടുതൽ ഏത് കാസ്റ്റിൽപ്പെട്ടവരാണെന്നൊക്കെ അറിയായിരിക്കും. സോ ഇപ്പൊ ഒരു 3 പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ 3-ലും 2 പൊളിറ്റിക്കൽ പാർട്ടീസും ആ ഒരു കാസ്റ്റിൽ തന്നെ കാൻഡിഡേറ്റിനെ എടുത്തെന്ന് വിചാരിച്ചു. അപ്പൊ ആ കാസ്റ്റിലുള്ള എല്ലാ വോട്ടും അവർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. ഒരു പാർട്ടിക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ കാസ്റ്റ് ബേസിസിൽ ഇലക്ഷൻ ഒരു കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യണമെങ്കിലും വേറെ പാർട്ടികൾക്കും അതിൽ നിന്ന് ആ കാസ്റ്റ് തന്നെ കാൻഡിഡേറ്റിന് എടുക്കാമല്ലോ. മനസ്സിലായോ? സം വോട്ടേഴ്സ് ഹാവ് മോർ ദാൻ വൺ കാൻഡിഡേറ്റ് ഫ്രം ദെയർ കാസ്റ്റ്. ചില വോട്ടേഴ്സിന് അവരുടെ കാസ്റ്റിൽ നിന്ന് തന്നെ മോർ ദാൻ വൺ കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടാവും. വൈൽ മെനി വോട്ടേഴ്സ് ഹാവ് നോ കാൻഡിഡേറ്റ് ഫ്രം ദെയർ കാസ്റ്റ്. അടുത്താണ് ദ റൂളിംഗ് പാർട്ടി ആൻഡ് ദ സിറ്റിംഗ് MP or MLA ഫ്രീക്വന്റ്ലി ലോസ് ഇൻ അവർ കൺട്രി. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു MLA അല്ലെങ്കിൽ ഒരു MP തന്നെയാണ് എപ്പോഴും MP MLA ആയിട്ട് നിൽക്കണേ? അല്ല. അവർ ചില സമയത്ത് ജയിക്കും, ചില സമയത്ത് തോക്കും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഒരു കാസ്റ്റിലുള്ളവരെല്ലാരും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി പെട്ടവരെല്ലാരും ഒരേ ആൾക്കാരെ, ആ ഒരു കാസ്റ്റിലുള്ള ആൾക്കാരെ വോട്ട് ചെയ്യണമെങ്കിൽ അയാൾ ജയിക്കൂ? മീൻസ് അയാൾ തോക്കൂ? അയാൾ ജയിച്ചുകൊണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ, അയാൾ തോക്കൂലല്ലോ. അപ്പൊ the ruling party and the sitting MP or MLA frequently loses the election in our country. That could not have happened if all castes and communities were frozen in their political preferences. അപ്പൊ അവരുടെ പൊളിറ്റിക്കൽ പ്രിഫറൻസസില് എല്ലാ കാസ്റ്റും ഫ്രോസൺ ആണെങ്കിൽ ഇത് നടക്കൂല. സോ ഇതുകൊണ്ടെല്ലാം എന്ത് മനസ്സിലായി? Caste in politics can sometimes give an impression that elections are all about caste and nothing else. പക്ഷെ റിയാലിറ്റിയിൽ അതല്ല. റിയാലിറ്റിയിൽ കാസ്റ്റ് വെച്ചുകൊണ്ട് മാത്രം ഇലക്ഷനിൽ നിന്ന് ജയിക്കാനൊന്നും പറ്റൂല. കാരണം ഇങ്ങനത്തെ കുറെ ഹാർഡ്ഷിപ്സ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. സോ അതാണ് കാസ്റ്റ് ഇൻ പൊളിറ്റിക്സ്. അടുത്തതാണ് പൊളിറ്റിക്സ് ഇൻ കാസ്റ്റ്. കാസ്റ്റിൽ പൊളിറ്റിക്സ് എങ്ങനെയുള്ളത് എന്ന് നോക്കാം. We have so far looked at what caste does to politics.
ബട്ട് ഡസ് നോട്ട് മീൻ ദാറ്റ് there is only one way relation between caste and politics. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ച് കാസ്റ്റ് പൊളിറ്റിക്സിൽ എന്താ ചെയ്യണമെന്നൊക്കെ പഠിച്ച്, പക്ഷെ ഇതുകൊണ്ട് ഒരു വൺ വേ റിലേഷൻ അല്ല ഉള്ളത്, ഒരു ടു വേ റിലേഷൻ ആണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? പൊളിറ്റിക്സ് ഇൻ കാസ്റ്റ്. Politics to influence the caste system and caste identities by bringing them into the political arena. ഇതിൽ കുറച്ച് പഠിക്കാനുള്ള പോയിന്റ്സ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായ മറ്റേത് ഇതിനു മുമ്പ് പഠിച്ചെന്തായിരുന്നു? കാസ്റ്റ് ഇൻ പൊളിറ്റിക്സ്. പൊളിറ്റിക്സില് കാസ്റ്റിന്റെ റോൾ എന്താ എന്നാണ് നമ്മൾ പഠിച്ചത്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോണത് എന്താ? ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോണതാണ് പൊളിറ്റിക്സ് ഇൻ കാസ്റ്റ്. കാസ്റ്റില് പൊളിറ്റിക്സിന്റെ റോൾ എന്താണ് കണ്ട. അത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കംപ്ലീറ്റ് കാര്യങ്ങളും. സോ പൊളിറ്റിക്സ് ആൻഡ് കാസ്റ്റില് പഠിക്കാനുള്ള പോയിന്റ്സ് ആണ്. ഈച്ച് കാസ്റ്റ് ഗ്രൂപ്പ്സ് ട്രൈ ടു ബിക്കം ബിഗർ ബൈ ഇൻകോർപ്പറേറ്റിംഗ് within the neighboring caste or subcaste which were earlier excluded from it. So politics and caste ഫസ്റ്റ് പോയിന്റ് ആണ്, ഓരോ കാസ്റ്റ് ഗ്രൂപ്പും വലുതാവാൻ ബിഗർ ആവാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ബൈ ഇൻകോപ്പറേറ്റിംഗ് വിത്തിൻ ഇറ്റ് നെയ്ബറിംഗ് കാസ്റ്റ്. അതുപോലത്തെ വല്ല കാസ്റ്റ് അല്ലെങ്കിൽ അതിനെ സബോർഡിനേറ്റ് ആയിട്ടുള്ള വല്ല ഗ്രൂപ്പ് സബ് കാസ്റ്റ് ഒക്കെ ആണെങ്കിൽ അതിനെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇവർ കുറച്ചുകൂടി ബിഗർ ആവാൻ ട്രൈ ചെയ്യും. എന്ത്? പൊളിറ്റിക്സ് ആൻഡ് കാസ്റ്റിലെ ഫസ്റ്റ് പോയിന്റ് ആണ് അത്. Various caste groups are required to enter into coalition with other castes or communities. അപ്പൊ ഈ വേരിയസ് കാസ്റ്റ് ഗ്രൂപ്പ്സ്, പല പല കാസ്റ്റ് ഗ്രൂപ്പ്സ് എന്താ കോളീഷനിൽ കയറും വിത്ത് അതർ കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റീസ്. അടുത്താണ് ന്യൂ കൈൻഡ്സ് ഓഫ് കാസ്റ്റ് ഗ്രൂപ്പ്സ് ഹാവ് കം അപ്പ് ഇൻ ദാറ്റ് പൊളിറ്റിക്കൽ അറീന ലൈക്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് കാസ്റ്റ് ഗ്രൂപ്പ്സ്. ദസ് കാസ്റ്റ് പ്ലേസ് ആൻഡ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് റോൾസ് ഇൻ പൊളിറ്റിക്സ്. അതുകൊണ്ട് എന്താ പുതിയ ടൈപ്പ് കാസ്റ്റ് ഗ്രൂപ്പ്സ് ഒക്കെ വന്ന് ലൈക്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് കാസ്റ്റ് ഗ്രൂപ്പ്സ്. ഇതുകൊണ്ട് എന്താന്ന് വെച്ചാൽ in some situations expression of caste differences in politics give many disadvantages communities face to demand their share of power. അപ്പൊ ഈ ഒരു ഇപ്പൊ ബാക്ക്വേർഡ് കാസ്റ്റ് ഗ്രൂപ്പിൽ പെട്ട ആൾക്കാർ കുറെ ഹാർഡ്ഷിപ്സ് കുറെ ഡിസഡ്വാൻറ്റേജസ് ഫേസ് ചെയ്തെങ്കിൽ ഇത് ഇവർ പൊളിറ്റിക്സിൽ പറയുമ്പോൾ ഇവർക്ക് എന്താ ഇവർക്ക് കിട്ടേണ്ട പവർ ഇവർക്ക് ഡിമാൻഡ് ചെയ്യാം. In this sense, caste politics has helped people from Dalits and OBC caste to gain better access to decision making. So, ഈ ഒരു സെൻസിൽ കാസ്റ്റ് പൊളിറ്റിക്സ് ഹാസ് ഹെൽപ് പീപ്പിൾ ഫ്രം ദളിറ്റ്സ് ആൻഡ് OBC കാസ്റ്റ് ടു ഗെയിൻ ബെറ്റർ ആക്സസ് ടു ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ നമ്മ കാസ്റ്റും പൊളിറ്റിക്സും കാസ്റ്റും പഠിച്ചു. പൊളിറ്റിക്സ് ആൻഡ് കാസ്റ്റ് എന്താ? അല്ല, ഫസ്റ്റ് കാസ്റ്റും പൊളിറ്റിക്സ് എന്താ? കാസ്റ്റിന്റെ റോൾ എന്താ പൊളിറ്റിക്സിൽ? സെക്കൻഡ് നമ്മൾ എന്താ പഠിച്ചത്? പൊളിറ്റിക്സിന്റെ റോൾ എന്താ കാസ്റ്റില്? ഇത്ര ഓർത്താൽ മതി. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാലും വലുതാവാൻ ട്രൈ ചെയ്യണവര്. അപ്പൊ പൊളിറ്റിക്സ് ആൻഡ് കാസ്റ്റ് ഓർക്കുമ്പോ കാസ്റ്റിലെ പൊളിറ്റിക്സിന്റെ റോൾ ഓർക്കുമ്പോ ഫസ്റ്റ് പോയിന്റ് ആണ് എന്ത്? ഓരോ കാസ്റ്റ് ഗ്രൂപ്പും ബിഗർ ആവാൻ ട്രൈ ചെയ്യും ബൈ ഇൻകോപ്പറേറ്റിംഗ് നെയ്ബറിംഗ് കാസ്റ്റ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സബ് കാസ്റ്റ് ഇതെല്ലാം. പക്ഷെ അത് പൊളിറ്റിക്സ് ഇൻ കാസ്റ്റ്. കാസ്റ്റ് ഇൻ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഏതൊക്കെ പോയിന്റ്സാ? കാസ്റ്റ് ഇൻ പൊളിറ്റിക്സ് പൊളിറ്റിക്സിൽ കാസ്റ്റിന്റെ റോള് എങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓർക്കേണ്ടത് ആകെ എത്ര ഉള്ളൂ, എങ്ങനെ ഇലക്ഷന് കൂടുതൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഒരു കാസ്റ്റിനെ യൂട്ടിലൈസ് ചെയ്യണം, ഇതെല്ലാം മാത്രം ഓർത്താൽ മതി. ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഒരു 3 times നിങ്ങൾ പോയിന്റ്സ് മാത്രം ഒന്ന് മനസ്സിലാക്കി റീഡ് ചെയ്താൽ ഈ ചാപ്റ്റർ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത്രയ്ക്ക് ഈസി ചാപ്റ്റർ ആണ്. സോ ചാനൽ ഇഷ്ടമായവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.